ഞാൻ എന്തോ കുളമാക്കിയെന്നാ പറയുന്നത്? എന്താ കൊളാക്കിയെന്നാ? എടാ കഴിഞ്ഞ പ്രാവശ്യം നീ ബഹളം വെച്ചാൽ ഉത്സവം കൊളായത്. ഞാൻ ഇത്ര പോലും ഒരു ബലൂൺ പൊട്ടിച്ചാണോ ബഹളമായി പോയത്? എടാ നിനക്കറിയാലോ എനിക്ക് പേടിയാണെന്ന്. നീ ബലൂൺ പൊട്ടിച്ചപ്പോൾ അതിന്റെ ശബ്ദം കേട്ട് ഞാൻ കണ്ടം വഴി ഓടി. ആന വിരണ്ടു ഓടി. ആന വിരട്ടോടി. ആനയുടെ കാലിന്റെ ഇടയ്ക്ക് ഡയമണ്ട് രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ ആന പേടിക്കത്തില്ലയോ? എന്നെ പറയാപ്പെടുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും വന്നതൊന്നും അല്ല. പിന്നെ ഇനി ഇവിടെ ഈ വിളക്കെടുക്കാൻ പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലോ. എനിക്ക് അതോടാ ഈ വിളക്കെടുക്കാൻ വരുന്ന പെണ്ണുങ്ങളില്ലേ, അവരിടയ്ക്ക് ഞാൻ മെഴുകണം. എനിക്കത് എന്റെ ആ ഉടുപ്പൊന്ന് പൊക്കിക്ക്. എന്തോടാ അത്? ടാറ്റു അടിച്ചേക്കുന്ന. ടാറ്റു അടിച്ചേക്കണെന്ന് വെറുതെ എന്ത് പറ്റിയടാ? അത് കഴിഞ്ഞ ഉത്സവത്തിനെ വിളക്കെടുക്കാൻ വന്ന പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വെളച്ചിൽ കാണിച്ചപ്പോ തിളച്ചെണ്ണ ഒരു ഒഴിച്ചതാ. ഇപ്രാവശ്യം വെളച്ചിൽ കാണിച്ചാലേ നിന്നെ ആ വെളിച്ചെണ്ണത്ത് മുക്കി കൊല്ലും. അങ്ങനെ മുക്കി കൊല്ലത്തൊന്നുമില്ല. പിന്നെ ഓമ്പള്ളി രാഘവനെ അറിയാവോ? ആ രാഘവന്റെ മോളുണ്ട് മഞ്ജുഷ ഞാനും തമ്മിലെ എന്തൊരു ഉടുക്കൂട്ടി ഉടുക്കൂട്ടല്ലാതെ മഞ്ജുഷ ഞാൻ തമ്മിലെ പ്രണയത്തിലായിരുന്നു. ഐ ലവ് യു. ഞങ്ങൾ ഭയങ്കര ഐ ലവ് യു. അവൾ ഇവിടെ വരും. എനിക്ക് അവളെ കാണാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്നേക്കാം. എന്റെ പൊന്നു മോനെ നീ ആളാരെന്നറിയാമോ? ഇവിടെ വലിയ കുടുംബത്തിൽ പറഞ്ഞ ആളാ. ഭയങ്കര പ്രശ്നക്കാരനാണ്. അടിപിടി ബഹളമൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ അറിയാം? കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയതായത്. പിന്നെ വേറെ വിഷയമുണ്ട്. എന്താ സംഭവം പറഞ്ഞാലേ, എനിക്ക് ഈ മഞ്ജുഷ അങ്ങനെ കല്യാണം കഴിച്ചു തരത്തില്ല. അതിന് ഞാനിപ്പോ എന്തോ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യും. ഇവിടെ എഴുന്നള്ളത്ത് വരും. എഴുന്നള്ളത്തിന് തീവെട്ടി പൊക്കി കഴിഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അപ്പൊ നിനക്ക് നിന്റെ പെണ്ണിനെ കിട്ടും. അതെന്താ സത്യം അങ്ങനെ കിട്ടുമോ? കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. എന്തോ ഉറപ്പെന്തുവാ? എടാ ഉറപ്പെന്ന് പറഞ്ഞാലേ ഞാനും തീവെട്ടി പിടിച്ചാലേ എന്റെ പ്രഭ എനിക്ക് കിട്ടിയത്. എന്നെ കേട്ടാ തീവെട്ടി എടുക്കുന്ന പിടിക്കുന്ന കാര്യമൊന്നുമില്ലായിരുന്നു. ഒരു തീവെട്ടിക്കന്ന് കൊള്ളി എടുത്ത് കത്തിച്ച് പിടിച്ചാൽ മതിയായിരുന്നു. എന്നെ കാണുമ്പോ ചീത്ത വിളിക്കുന്ന പന്നെ ചേച്ചി വിളക്കെടുത്ത തന്നെ കിട്ടൂടാ നിനക്ക്. സത്യം ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ എന്റെ ഉള്ളിൽ ഭക്തി കയറി ഞാൻ വിളക്കെടുക്കുകയും ചെയ്യും. വിളക്കെടുക്കണം നീ കേട്ടാ. നമ്മൾ എഴുന്നള്ളത്ത് തുടങ്ങുമ്പോ നമുക്ക് വിളക്കെടുക്കാം. എന്തേ കുത്തി കുറിച്ചോണ്ടിരിക്കുന്നത്? ആര് പറഞ്ഞു കണ്ടാ? അത് അറിയപ്പെടുന്ന ഒരു ഗുണ്ട. ചോദിച്ചാ തരുമോ? എന്തോന്ന് അരിയുണ്ടോ? ചട്ടമ്പി എന്താ എനിക്ക് പിടികിട്ടുന്നില്ല. ചട്ടമ്പി നീങ്ങി ഉത്സവം കൊളാക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. ഉത്സവം കൊളാക്കാൻ ചട്ടമ്പി വന്നേക്കുവാന്നോ? എനിക്ക് ഈ ചട്ടമ്പി എന്താ പാതവരാതെ പറഞ്ഞിട്ട് തന്നെ മനസ്സിലായില്ലല്ലേ? വാ എന്തോടാ രാശ പറഞ്ഞത്? ഞാൻ പറഞ്ഞു രണ്ടെണ്ണം എക്സ്ട്രാ കൈ നിട്ടല്ലേ? അതങ്ങനെ മനസ്സിലായി. ആ ഞരമ്പ് വലിയുന്ന വലിച്ചു കാണാൻ ഇതെനിക്കൊന്ന് പറഞ്ഞു തരണേ. എന്തിനാ? ജംഗ്ഷനിൽ ഇറങ്ങി വിളിക്കാനാ. അണ്ണൻ എവിടുന്ന് വരുന്നേ? ഞാന് കണ്ണൂരിൽ നിന്ന്. ഈ കണ്ണൂരിക്കാർ ഞാൻ വരാൻ പറ്റുമോ? തട്ടി വീഴത്തില്ലയോ? എന്തുവാടാ ഇത്? ഇത് പുള്ളി ഇപ്പൊ പറഞ്ഞ കോമഡിയാണ്. ശത്രു സംഹാരത്തിന് ആരെങ്കിലും വരുമ്പോ ഞാൻ പിന്നെ മറിച്ചടിച്ചോളാം. ആ സാധനം കളയല്ലേ. ഈ കണ്ണൂർ എവിടെയായിരുന്നു പറഞ്ഞത്? സെൻട്രൽ ജയിൽ. ഈ കണ്ണൂര് സെൻട്രലല്ലാതെ സൈഡിലെങ്ങനെ ജയിലുണ്ടോ? ഒന്നും രണ്ടിലും ഒന്നും പഠിക്കൂല. ഒരുപാട് ഇങ്ങനെ എടുത്ത് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കണോ അല്ലേ? എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചരിഞ്ഞു വീടും. വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ സത്യം പറഞ്ഞ ഗുണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. വിശ്വസിക്കുന്നത് ഈ ജംഗ്ഷൻ ഇറങ്ങി ചോദിച്ചാൽ മതി. എന്നെ കുറിച്ച് പറഞ്ഞു തരും. ഇയാൾക്ക് അണ്ണ പറയാൻ അറിയത്തില്ലയോ? ഇതിനനുസരിച്ച് പോയി ചോദിക്കണം. ഞാൻ അറിയത്തില്ല. എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസമില്ല. പുള്ളി അവരൊക്കെ പറയുമ്പോഴല്ലേ ബൂസ്റ്റപ്പ് ആവുന്നത്. അതല്ല അണ്ണൻ എങ്ങനെയാണ് ഈ പ്രദേശത്തൊക്കെ വന്ന ആ കാര്യം ഒന്ന് പറയാതാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നല്ലേ അറിയണ്ടേ? ഞാൻ എന്തിനാ ഇവിടെ വന്നേ? തൊട കാണിക്കാനാണ്. 1921 ജനുവരി 1 ഒരു സംഭവം ഉണ്ടായി. പുതിയ കലണ്ടർ വാങ്ങിച്ചായിരിക്കും വീട്ടില്. അല്ലെന്ന് എന്റെ പപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. പിന്നെ പപ്പ പിന്നെ എന്ത് ചെയ്തു? പപ്പയുടെ എന്റെ പപ്പ കമ്മറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വൈകുന്നേരം 7:30 മണിക്ക് തന്നെ ദീപാരാധന നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പപ്പ ബോംബെന്ന് ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നല്ലോ. അന്ന് തന്നെ കമ്മറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അർച്ചന കഴിപ്പിക്കേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അർച്ചന കഴിപ്പിക്കേണ്ടതാണ്. അതായത് ജനുവരി 1 കമ്മറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ കൃത്യം 7:30 മണിക്ക് തന്നെ ഗാനമേള ആരംഭിക്കുന്നതാണ്. പങ്കയൻ ആൻഡ് പാർട്ടി. കമ്മറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ നിന്നെ ഞാൻ തല്ലാത്ത കാര്യം എന്താണെന്നറിയാം? ഈ പാടിനിടയിൽ ഞാൻ തല്ലുന്ന പാടറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിന്നെ തല്ലാത്ത. ഒരു പപ്പയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്തിനാ പപ്പയെ കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്തത്? ഞാൻ പ്രസിഡന്റ് ആണ്. എനിക്ക് ഇവിടെ അനൗൺസ്മെന്റ് ആണ്. അല്ല നിന്റെ പപ്പയെ കുറിച്ച് പറയാനല്ല. നിന്റെ പപ്പയെ കുറിച്ച് പറയാൻ നീ വേറെ എവിടെയെങ്കിലും പറയണം കേട്ടാ. പിന്നെ പപ്പായ്ക്ക് എന്താ ഉണ്ടായി? പപ്പയുടെ തേങ്ങ
ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ പറയാം പപ്പയെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് കുശലാന്വേഷിക്കാൻ പറ്റിയ ഒരു ഗുണ്ടയാണ് ഞാൻ. അറിയത്തില്ല എനിക്ക് അതുകൊണ്ടാ. നിങ്ങൾ എന്നെ പോലെ ഗുണ്ട കണ്ടോ എവിടെയെങ്കിലും? ഇതൊക്കെയാന്നാ ഗുണ്ട. പിന്നെ കീരി പുരുഷനെ അറിയാവോ? ആര് കീറി പറിച്ചെന്ന്? കീറി പറിച്ചതല്ല പറഞ്ഞേ, ഇതാ. കീരി പുരുഷൻ. 6 അടി ഉയരം, ഈ വണ്ണം, ഇങ്ങനെ നടക്കുന്നേ. അതെന്താ അങ്ങനെ നടക്കുന്നേ? ഭയങ്കര ഗുണ്ടയാ. എങ്ങനെ? ഞാൻ ഭയങ്കര ഗുണ്ട ഇങ്ങനെ നടക്കുന്നത്. ആ ഭയങ്കര ഗുണ്ടയാണെങ്കിൽ അങ്ങനെ നടക്കും, കുറ്റം പറയാൻ പറ്റും. നിങ്ങളൊന്നും ഒന്നും അല്ലെന്നാ പറഞ്ഞത്. ഞാൻ ഒന്നും അല്ല. ആയിക്കോട്ടെ. എന്റെ പപ്പ അറിയോ? എന്റെ പപ്പ അറിയോ? എല്ലാ പപ്പയുടെ കാര്യങ്ങളും പറ, ആ സമയത്തെങ്കിലും അടങ്ങിയിരിക്കണമെങ്കിൽ. എന്റെ പപ്പയുടെ കാര്യം വലിയൊരു കഥയാണ്. വലുതായിട്ടൊന്നും പറഞ്ഞ, ചെറുതായിട്ട് പറഞ്ഞാൽ കഥയാണ് സംഭവം. വലിയ കഥ പറ. കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല, അതാ പറയാം. എന്റെ പപ്പേ എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര പാവല്ലേ പപ്പ. കേട്ടൂടാ, പപ്പ ഭയങ്കര പാവമായിരുന്നു. അത് ശരി. ഒരു വെട്ടം കണ്ടപ്പോ പപ്പ അങ്ങ് പോയി. എന്തോ വെട്ടം കണ്ടപ്പം? എന്റെ തലവെട്ടം. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ പറഞ്ഞോ? വലിയ ഗുണ്ടയൊക്കെ ഇല്ലയോ? എനിക്കൊരു സഹായം ചെയ്യാവോ? എന്താ വേണ്ട നിനക്ക്? മഞ്ജുഷ എന്ന് പറഞ്ഞൊരു കൊച്ച്, അവളുമായിട്ട് ഞാൻ പ്രണയത്തില്ല. ഓക്കെ. അവരച്ഛനെ അവളെ കല്യാണം കഴിച്ചു തരത്തില്ല. ചേട്ടൻ സഹായിക്കാമോ? എടാ നിനക്ക് ഞാൻ സഹായത്തിനില്ലേ? ഏത് പെണ്ണിനെ പ്രണയിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ടാവും. ഉണ്ടാവോ? നീ എന്തിനു പേടിക്കേണ്ട കാര്യം എന്താന്ന്? കൊള്ളാം, ഞാൻ ഇവിടെ ഉള്ളപ്പം. എടാ രാജേഷ്, ഞാൻ നിന്നെടുത്ത് പറഞ്ഞായിരുന്നാ എഴുന്നള്ളത്തിന് തീ വെട്ടി എടുത്ത് കറങ്ങി കഴിഞ്ഞാൽ നിനക്ക് മഞ്ജുഷ കിട്ടുമെന്ന്. പോച്ചത് പോടാ അങ്ങോട്ട്. നീ തീവട്ടി എടുത്ത് പ്രാർത്ഥിക്കടാ. പ്രാർത്ഥിക്കടാ. ഞാൻ തീവട്ടി എടുക്കാം. ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും. അവരെന്നെ അടിക്കാൻ വന്ന നല്ല കാര്യങ്ങൾ. ഞാൻ ഏറ്റെന്ന്. ഏറ്റോ? ഞാൻ ഏറ്റില്ലേ? തീവട്ടി എടുക്ക്. തീ വെട്ടി എടുക്കാം. ഒരുത്തൻ നിന്നെ ഒന്നും ചെയ്യില്ല. തീവട്ടി എടുക്ക്. പിടി 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 പിടി. പിടിച്ചേ. ഇത്? മഞ്ജുഷേ, ആ ഞാനടി എവിടെ ഉണ്ട്? എവിടെ പോകുന്നു? പോവല്ലേ, ഞാൻ വരുവാ. ഞാൻ വരുവാ. ഇവിടെ എവിടെ പോൽ 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 എപ്പോ ഒരു വരും. എന്ത് പിടിച്ചു മഞ്ജുഷ നോക്കി. എന്താ വിളിക്കും? അങ്ങോട്ട് നീങ്ങ. നിങ്ങൾ അങ്ങോട്ട്. എന്റെ മഞ്ജുഷയുടെ കല്യാണം നടക്കത്തില്ല. മഞ്ജുഷ കാറി കയറി പോയി ചേട്ടാ. മഞ്ജുഷ കാറ് പോയ. രാജേഷേ, തീ വെട്ടി പിടിച്ച നീ അല്ലല്ല, യവനല്ലേ പിടിച്ചത്. അപ്പൊ യവന്റെ ഉള്ളിലുള്ള ആഗ്രഹം സാധിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.